ഇന്ത്യൻ പാസ്പോർട്ട് പുതിയ ഡിജിറ്റൽ ലോകത്തേക്ക് കടക്കുകയും 2025 എല്ലാത്തര ആധുനിക വൽക്കരണങ്ങൾക്ക് ഒരുങ്ങുകയും ചെയ്തിരിക്കുകയാണ്. സുരക്ഷ, സ്വകാര്യത, പ്രവേശനക്ഷമത എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി നിരവധി സുപ്രധാന മാറ്റങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. മെച്ചപ്പെട്ട സുരക്ഷയും ആഗോള അനുയോജ്യതയും നൽകുന്ന പുതിയ പാസ്പോർട്ട് ഇന്ത്യ പുറത്തിറക്കി. ഈ പാസ്പോർട്ടുകളിൽ ബയോമെട്രിക് ഡേറ്റ സംഭരിക്കുന്ന എംബെഡഡ് RFID ചിപ്പുകൾ ഉണ്ടാകും. ഇത് ICAO അതായത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവയാണ്. താമസ സ്ഥലത്തിന്റെ വിലാസം ഡിജിറ്റലായി സൂക്ഷിക്കുന്നത് ഒരു പ്രധാന അപ്ഡേറ്റ് ആണ്. ഇത് മുദ്രണം ചെയ്ത വിലാസത്തിന് പകരമാകും. കൂടാതെ 2023 ഒക്ടോബർ 1 ശേഷം ജനിച്ച അപേക്ഷകർ പാസ്പോർട്ട് അപേക്ഷാ പ്രക്രിയയിൽ ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കണം. ഇന്ത്യൻ പാസ്പോർട്ടിൽ വന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കായി അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാന കാര്യങ്ങൾ താഴെ പറയാം. 1. പാസ്പോർട്ടുകളുടെ ആവിർഭാവം. ഇന്ത്യ ചിപ്പ് ഘടിപ്പിച്ച പാസ്പോർട്ടുകൾ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഗോവ, റാഞ്ചി തുടങ്ങിയ ചില നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഇത് ലഭ്യമാക്കിയിട്ടുള്ളത്. ഈ പാസ്പോർട്ടുകളിൽ ബയോമെട്രിക് വ്യക്തിഗത വിവരങ്ങൾ സുരക്ഷിതമായി സംഭരിക്കുന്ന RFID റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പുകൾ ഉൾച്ചേർത്തിരിക്കുന്നു. വിരലടയാളങ്ങളും ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടും. ഐഡന്റിറ്റി മോഷണം, തട്ടിപ്പ് എന്നിവയുടെ സാധ്യത കുറച്ച് കുടിയേറ്റ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും സുരക്ഷ വർദ്ധിപ്പിക്കാനും ഈ ഡിജിറ്റൽ മുന്നേറ്റം ലക്ഷ്യമിടുന്നു. നിലവിൽ പാസ്പോർട്ട് ഉള്ളവർക്ക് ഉടൻ തന്നെ ഇത് മാറ്റേണ്ട ആവശ്യമില്ല. പാസ്പോർട്ട് പുതുക്കുമ്പോഴോ പുതിയ അപേക്ഷ നൽകുമ്പോഴോ മാത്രമാണ് ഈ പാസ്പോർട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ കഴിയുക. 2024 ഡൽഹിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ നടന്ന പാസ്പോർട്ട് സേവാ ദിവസ് പരിപാടിയിൽ പാസ്പോർട്ടുകൾ ഉടൻ തന്നെ രാജ്യവ്യാപകമായി ലഭ്യമാക്കുമെന്നും ഇത് ഭാവിയിൽ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നും വിദേശകാര്യ മന്ത്രി S. ജയശങ്കർ സൂചിപ്പിച്ചിരുന്നു. 2023 ഒക്ടോബർ 1 ശേഷം ജനിച്ചവർക്ക് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധം. 2023 ഒക്ടോബർ 1 ശേഷം ജനിച്ച എല്ലാ അപേക്ഷകരും പാസ്പോർട്ടിനായി ജനന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. ജനന മരണ രജിസ്ട്രാർ അല്ലെങ്കിൽ 1969 ജനന മരണ രജിസ്ട്രേഷൻ നിയമപ്രകാരം നിയുക്തമാക്കിയ അതോറിറ്റി നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഇത് രേഖാപ്രക്രിയയിൽ ഏകീകൃത സ്വഭാവവും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നു. ഈ തീയതിക്ക് മുമ്പ് ജനിച്ച അപേക്ഷകർക്ക് ആധാർ, പാൻ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ ഇതര രേഖകൾ ഉപയോഗിക്കുന്നത് തുടരാവുന്നതാണ്. ഇത് പാസ്പോർട്ട് അപേക്ഷാ നടപടികളെ കൂടുതൽ സുതാര്യവും കൃത്യവുമാക്കാൻ സഹായിക്കും. താമസ സ്ഥലത്തിന്റെ വിലാസം പാസ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കുന്നു. സ്വകാര്യത വർദ്ധിപ്പിക്കുന്നതിനായി താമസ സ്ഥലത്തിന്റെ വിലാസം പാസ്പോർട്ടിന്റെ അവസാന പേജിൽ ഇനി അച്ചടിക്കില്ല. പകരം വിലാസ വിവരങ്ങൾ സ്കാൻ ചെയ്യാൻ കഴിയുന്ന ഒരു ബാർകോഡിൽ ഉൾപ്പെടുത്തും. അംഗീകൃത ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയൂ. ഇത് സ്വകാര്യ വിവരങ്ങളുടെ ദുരുപയോഗം കുറയ്ക്കാനും വ്യക്തിഗത വിവരങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാനും സഹായിക്കും. യാത്രക്കാർക്ക് അവയുടെ വിലാസ മാറ്റങ്ങൾ എളുപ്പത്തിൽ അപ്ഡേറ്റ് ചെയ്യാനും ഇത് സഹായകമാകും. മാതാപിതാക്കളുടെ പേരുകൾ പാസ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്യുന്നു. ഇതൊരു വലിയ മാറ്റമാണ്. പുതിയ നിയമപ്രകാരം പുതുതായി ഇഷ്യൂ ചെയ്യുന്ന പാസ്പോർട്ടുകളിൽ മാതാപിതാക്കളുടെ പേരുകൾ ഇനി പ്രത്യക്ഷപ്പെടില്ല. കുടുംബഘടനകളിൽ വരുന്ന മാറ്റങ്ങളെ അംഗീകരിക്കുന്ന ഒരു നീക്കമാണിത്. ഒറ്റ രക്ഷിതാക്കളുള്ള കുടുംബങ്ങൾ അല്ലെങ്കിൽ അകന്നു കഴിയുന്ന ബന്ധുക്കൾ ഉള്ളവർ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത കുടുംബ സാഹചര്യങ്ങളിലുള്ള അപേക്ഷകർക്ക് അപേക്ഷാ പ്രക്രിയ ലളിതമാക്കാൻ ഈ അപ്ഡേറ്റ് സഹായിക്കും. ഇത് ലിംഗസമത്വവും സാമൂഹിക നീതിയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു നടപടിയായും വിലയിരുത്തപ്പെടുന്നു. ഇത് ദത്തെടുക്കപ്പെട്ട കുട്ടികൾക്കും സിംഗിൾ പേരന്റ് ആയവർക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ വിപുലീകരണം. എല്ലാവർക്കും പാസ്പോർട്ട് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി സർക്കാർ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ എണ്ണം 442 നിന്ന് 2030 600 വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നു. പ്രോസസ്സിംഗ് സമയം കുറയ്ക്കാനും പൗരന്മാർക്ക് പ്രത്യേകിച്ച് ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിൽ പാസ്പോർട്ട് സേവനങ്ങൾ കൂടുതൽ സൗകര്യപ്രദമാക്കാനും ഈ വിപുലീകരണം ലക്ഷ്യമിടുന്നു. ഇത് പാസ്പോർട്ട് അപേക്ഷാ പ്രക്രിയയെ കൂടുതൽ ജനകീയമാക്കുകയും വിദൂര പ്രദേശങ്ങളിലുള്ളവർക്ക് പോലും എളുപ്പത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യും. ഈ മാറ്റങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് സംവിധാനത്തെ ആധുനികവൽക്കരിക്കുന്നതിനും പൗരന്മാർക്ക് കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമായ സേവനങ്ങൾ നൽകുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നതാണ്. ആഗോള നിലവാരത്തിലേക്ക് ഇന്ത്യയെ ഉയർത്താനുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണിത്.